നമസ്കാരം. അഭിനേതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. സംവിധായകനായ മേജർ രവിയുടെ സഹോദരനായിരുന്നു അദ്ദേഹം. അനിയന്റെ വിയോഗത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെയായി മേജർ രവിയും കുറിപ്പ് പങ്കുവച്ചിരുന്നു. എന്റെ പ്രിയ സഹോദരൻ സിനിമാ പ്രൊഡക്ഷൻ സെക്രട്ടറി ആയിട്ടുള്ള കണ്ണൻ പട്ടാമ്പി കഴിഞ്ഞ ദിവസം 11:41 അന്തരിച്ചു. സംസ്കാരം പട്ടാമ്പി ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ എന്നായിരുന്നു അദ്ദേഹം കുറിച്ചിരുന്നത്. സഹോദരന്റെ ഫോട്ടോയും കുറിപ്പിനൊപ്പം പോസ്റ്റ് ചെയ്തിരുന്നു. പുനരധിവാസം, ഒടിയൻ, പുലിമുരുകൻ, കാണ്ടഹാർ, 12th മാൻ, അനന്തഭദ്രം, ക്രേസി ഗോപാലൻ, വെട്ടം, മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര, കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങി 23-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ണൻ പട്ടാമ്പി. റേച്ചൽ എന്ന ചിത്രത്തിലാണ് ഒടുവിലായി അഭിനയിച്ചത്. അഭിനയം മാത്രമല്ല, പ്രൊഡക്ഷൻ കൺട്രോളറായും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് എല്ലാ കാര്യങ്ങളിലും എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. എല്ലാം എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആവണമെന്നില്ലല്ലോ. ചേട്ടൻ പറയുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഞാൻ വേറെ രീതിയിൽ രാജ്യത്തെ സ്നേഹിക്കുന്നു, രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്, അല്ലാതെ 4 അതിർത്തിയിലൂടെ ഓടിപ്പാഞ്ഞ് ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ളിൽ കിടക്കുന്ന ജനങ്ങളെ സ്നേഹിക്കലാണല്ലോ. അത് വിഭാഗം തിരിച്ചൊന്നുമല്ല എന്നായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ കണ്ണൻ പട്ടാമ്പി പറഞ്ഞത്. അതേസമയം നടനായും പ്രൊഡക്ഷൻ കൺട്രോളറായും ഏറെക്കാലം മലയാള സിനിമയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന കണ്ണൻ പട്ടാമ്പിയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് കുടുംബം. സംവിധായകനും നടനുമെല്ലാമായ മേജർ രവിയുടെ സഹോദരൻ എന്ന ലേബലിലാണ് കണ്ണനെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം. മേജർ രവി, ഷാജി കൈലാസ്, പി കെ പ്രകാശ്, സന്തോഷ് ശിവൻ തുടങ്ങിയ നിരവധി സംവിധായകരുടെ ചിത്രങ്ങളിൽ പ്രൊഡക്ഷൻ കൺട്രോളറും ആയിരുന്നു അദ്ദേഹം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവാദങ്ങൾ നിറഞ്ഞ സിനിമാ ജീവിതമായിരുന്നു കണ്ണന്റേത്. സിനിമാ നടനെ ഭീഷണിപ്പെടുത്തിയത് അടക്കം നിരവധി ആരോപണങ്ങളും കേസുകളും ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. മേജർ രവിയുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ണന്റേത് വ്യത്യസ്തമായ പെരുമാറ്റ രീതിയും ചിന്തകളുമായിരുന്നു. സഹോദരന്റെ പേര് നിരന്തരമായി കേസിലും വിവാദങ്ങളിലും ഉൾപ്പെട്ടു തുടങ്ങിയപ്പോൾ ഒരു ഘട്ടത്തിൽ മേജർ രവിയും കണ്ണനെ തള്ളി പറഞ്ഞിരുന്നു. എനിക്ക് അയാളിൽ ഉത്തരവാദിത്തമില്ല, അയാൾ ചെയ്യുന്നത് ചെയ്യട്ടെ എന്നായിരുന്നു ഒരിക്കൽ കണ്ണനെക്കുറിച്ച് സംസാരിക്കവേ മേജർ രവി പറഞ്ഞത്. അപ്പോഴും കണ്ണന് പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഏറെ നാളുകളായി കണ്ണനെ അലട്ടിയിരുന്നു. പ്രിയ സഹോദരന്റെ അവസാന യാത്രയ്ക്ക് ഒന്നും കുറയാതെ മുന്നിൽ നിന്നും ചെയ്തത് മേജർ രവിയാണ്. അവസാനം ചുംബനം നൽകിയ ശേഷം പൊട്ടിക്കരയുന്ന മേജർ രവിയുടെ വീഡിയോ വൈറലാണ്. വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഒരിക്കൽ കണ്ണൻ പ്രതികരിച്ചിരുന്നു. താൻ വീട്ടിൽ വെറുതെ ഇരുന്നാലും വിവാദം പാഴ്സലായി തന്നെ തേടിയെത്തുമെന്നാണ് കണ്ണൻ അന്ന് പറഞ്ഞത്. ഒന്നും കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന വിവാദങ്ങളല്ല, ലോട്ടറി അടിക്കുന്നത് പോലെ വരുന്നതാണത്. കൂടെപ്പിറപ്പാണ് വിവാദം. വീട്ടിലിരുന്നാലും വിവാദം പാഴ്സലായി വരും. നല്ലത് ചെയ്താലും വിവാദം. ജാതകം അങ്ങനെയായിപ്പോയി. ഗുണ്ടാ സംഘങ്ങളുടെ മാർക്കറ്റിംഗ് അല്ല എന്റെ പരിപാടി. എന്റെ 60ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ 1300ഓളം ആളുകൾ വീട്ടിൽ വന്നു. അവരിൽ ആരും സിനിമാക്കാരോ VIP-കളോ അല്ല. എന്റെ നാട്ടിലുള്ളവരും വീട്ടിൽ പണിയെടുത്തിരുന്നവരും അമ്മയും അച്ഛനുമായി ബന്ധമുണ്ടായിരുന്നവരും നാട്ടിലെ സാധാരണ ജനങ്ങളെയും മാത്രം ക്ഷണിച്ച് നടത്തിയ പരിപാടിയാണ്. ഗുണ്ടയായി ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഒരുത്തനും എന്നോട് ഗുണ്ടായിസം കാണിച്ചിട്ടുമില്ല. ചിലപ്പോഴൊക്കെ ഷൂട്ടിങ്ങിനായി ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആളുകളുടെ സഹായം ആവശ്യമായി വരും. പുതിയ കോളനിയിലൊക്കെ പോയാലും ആരെങ്കിലുമൊക്കെ എനിക്ക് ഷൂട്ടിന് വേണ്ടി സഹായം ചെയ്തു തരും. കർമ്മയോധ സിനിമയുടെ കൺട്രോളറായിരുന്നു ഞാൻ. ആ സിനിമയിലെ കുറച്ച് ഭാഗം കോളനിയിൽ ഷൂട്ട് ചെയ്തതാണ്, അല്ലാതെ സെറ്റിട്ടതല്ല. അവിടുത്തെ ഗുണ്ടകളാണ് ആ ലൊക്കേഷനിലുള്ള സീനുകളിൽ മുഴുവൻ അഭിനയിച്ചത്. ഗുണ്ടകളെന്ന് മറ്റുള്ളവർ പറയും. എനിക്ക് അവർ സുഹൃത്തുക്കളാണ്. അവർക്കൊപ്പം ഞാൻ സിനിമയ്ക്ക് വരെ പോയിട്ടുണ്ട്. സിനിമ കണ്ട് അവർ പൊട്ടിക്കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഒന്നുമില്ല. സാഹചര്യം കൊണ്ട് ഗുണ്ടകളായവരാണല്ല. സിനിമാക്കാരനായതുകൊണ്ട് പലരുമായും എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. വേശ്യാവൃത്തി നടത്തുന്ന സ്ത്രീകളോടടക്കം ഞാൻ സംസാരിക്കാറുണ്ട്. ഞാനാണ് അവരെ ഡീൽ ചെയ്യുന്നത്. മറ്റുള്ള വശങ്ങൾ നോക്കാതെ അവരോട് സംസാരിച്ചാൽ മതി. ആദ്യ സിനിമ മുതൽ ലോ ക്ലാസ് ആളുകളെന്ന് മറ്റുള്ളവർ പറയുന്നവരുമായി എനിക്ക് സൗഹൃദമുണ്ട്. എൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ പലരും ഗുണ്ടായിസം എന്ന് വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ തൻ്റെടി ആയാലേ പറ്റൂ എന്നായിരുന്നു കണ്ണന്റെ മറുപടി. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം എന്തായാലും മരിക്കുന്നത്. സഹോദരനെ നഷ്ടമായ വേദന പങ്കുവെച്ച് മേജർ രവിയും എത്തിയിരുന്നു. കുടുംബത്തെക്കുറിച്ചും തന്റെ അസുഖങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുള്ള അഭിമുഖങ്ങൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ക്രിയാറ്റിൻ അളവിൽ വേരിയേഷൻ കണ്ടിരുന്നു. പലതരത്തിൽ ചികിത്സകൾ നോക്കിയിരുന്നു. ലാൽ സാർ പറഞ്ഞാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് അസാൻ ഡോക്ടർ. അവരുടെ നിർദ്ദേശപ്രകാരമായാണ് ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയത്. ട്രീറ്റ്മെന്റിലൂടെ പോവാമെന്നായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് കാലിലൊക്കെ നീര് വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളും നിർബന്ധിച്ചാണ് ഡോക്ടറെ കാണാൻ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര സീരിയസ് ആണ് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 17 ദിവസത്തോളം ഇവിടെയായിരുന്നു. ആ സമയത്താണ് കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഭാര്യ കിഡ്നി തരാമെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പമാണ്, വേണ്ട നമുക്ക് പുറമേ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. വേണ്ടെന്ന നിലപാടിലായിരുന്നു ഭാര്യ. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ എല്ലാം ഓക്കെയായിരുന്നു. ഏപ്രിൽ മാസത്തിലായിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം നല്ല മാറ്റങ്ങളുണ്ട്. എനിക്ക് പുതുജീവിതം തന്നത് ഈ ആശുപത്രിയിലാണെന്നായിരുന്നു അന്ന് കണ്ണൻ പട്ടാമ്പി പറഞ്ഞത്. സി വിത്ത് എൽസ വ്ളോഗിലും മറ്റ് യൂട്യൂബ് ചാനലുമൊക്കെയായി നൽകിയ അഭിമുഖങ്ങളിലെ വിശേഷങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജറായി വന്ന് അഭിനേതാവായതാണ് കണ്ണൻ പട്ടാമ്പി. അസുരവംശമാണ് ആദ്യം എൻ്റെ പേര് വന്ന ചിത്രം. യാദൃശ്ചികമായാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അഭിനേതാവായതിനു ശേഷവും പ്രൊഡക്ഷൻ ജോലികൾ ചെയ്തിട്ടുണ്ട്. അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ആളുകൾ നമ്മളെ അറിയുമല്ലോ. അതുപോലെ അധികം ടെൻഷനില്ലാത്ത ജോലിയുമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ്.
വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കണ്ടല്ലോ. ഞങ്ങൾ 2 പേരാണ്, ഞാനും എൻ്റെ ചേട്ടനും. ചേട്ടനാണ് മേജർ രവി. ചിലർക്ക് ഞങ്ങളെ മാറിപ്പോവാറുണ്ട്. എനിക്കൊരു മകളാണ്, സത്യഭാമ. അമ്മയുടെ പേരാണ് അവൾക്ക് നൽകിയത്. അവൾക്ക് സഭാ കമ്പമൊന്നുമില്ല. സ്റ്റേജ് കണ്ടാൽ ഡാൻസ് ചെയ്യണം, അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണെന്നായിരുന്നു കണ്ണൻ പട്ടാമ്പി പറഞ്ഞത്. ലാലേട്ടൻ്റെ ഫാമിലിയുമായി നല്ല അടുപ്പമുണ്ട്. പുനർജനിയുടെ സമയത്ത് പ്രണവിനെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഞാനായിരുന്നു. അവൻ എപ്പോഴും എൻ്റെ കൂടെയായിരുന്നു. അന്നത്തെ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരിക്കലും ദുരുപയോഗം ചെയ്യാറില്ല. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആളാവാൻ വിളിക്കാറൊന്നുമില്ല. അമ്മയുണ്ടാക്കുന്ന അച്ചാർ ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിച്ചിടയ്ക്ക് ലാൽ സാർ വിളിച്ചിരുന്നു. അമ്മയൊക്കെയായി അദ്ദേഹത്തിന് ഭയങ്കര അടുപ്പമായിരുന്നു. സത്യഭാമയും മുരുകൻ എന്നാണ് ലാൽ സാർ വിളിക്കുന്നത്. മോൾ ആദ്യം കണ്ടപ്പോൾ മുരുകൻ എന്നാണ് വിളിച്ചത്. സിനിമ കഴിഞ്ഞാൽ സാറിന് എന്താണ് മറ്റു ഹോബി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൾ എന്നായിരുന്നു കണ്ണൻ പട്ടാമ്പി പറഞ്ഞത്. ലൊക്കേഷനിലാണെങ്കിലും മോളെ കാണാനായി ഓടിയെത്തും. അവളും എപ്പോഴും വിളിക്കാറുണ്ട്. കാസർകോട്ടുകാരിയായ രമ്യയാണ് കണ്ണൻ പട്ടാമ്പിയുടെ സഹധർമ്മിണി.